വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസ്. ഇംഗ്ലണ്ടിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജാവ് ചാൾസ് മൂന്നാമനുമായി വിൻഡ്സർ കാസിൽ കൂടിക്കാഴ്ച നടത്തി. രണ്ട് സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ചരിത്രപരമായ ബന്ധങ്ങളും വിവിധ തലങ്ങളിൽ അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും ഇരുവരും അവലോകനം ചെയ്തു. വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇരു ജനങ്ങളുടെയും അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനെക്കുറിച്ചും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. സമീപകാല ആഗോള സംഭവ വികാസങ്ങളുടെയും അവയുടെ പ്രാദേശിക അന്തർദേശീയ പ്രത്യാഘാതങ്ങളുടെയും വെളിച്ചത്തിൽ പൊതുവായ ആശങ്കയുള്ള നിരവധി വിഷയങ്ങൾ ഇരുപക്ഷവും കാഴ്ചപ്പാടുകൾ കൈമാറി. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ പ്രതിനിധീകരിച്ച് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ UAE പ്രതിനിധി സംഘത്തെ നയിക്കും. ജൂലൈ 6 മുതൽ 7 വരെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് ഉച്ചകോടി. 2023 ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്ന 15ാമത് ബ്രിക്സ് ഉച്ചകോടിയിലാണ് UAE ഈ കൂട്ടായ്മയിൽ അംഗത്വം നേടിയത്. വികസന രാജ്യങ്ങളെയും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തികളെയും പ്രതിനിധീകരിക്കുന്ന ആഗോള വേദികളിലൂടെ ബഹുമുഖ സഹകരണവും ക്രിയാത്മകവുമായ സംഭാഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള UAEയുടെ പ്രതിബദ്ധതയാണ് ഈ അംഗത്വം വ്യക്തമാക്കുന്നത്. ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി UAEയുടെ കപ്പൽ അഷ്ദോദ് തുറമുഖത്തെത്തി. UAE പ്രഖ്യാപിച്ച ഷിവർലെസ് നൈറ്റ് 3 പദ്ധതിയുടെ ഭാഗമായാണ് 2500 ടൺ വസ്തുക്കളുമായി കപ്പൽ നങ്കൂരമിട്ടത്. ആയിരക്കണക്കിന് സാധാരണക്കാർ ഗസയിൽ വെള്ളവും ഭക്ഷണവും മരുന്നുകളും എന്നിവയടക്കം അവശ്യ വസ്തുക്കൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് UAEയുടെ ഈ ഇടപെടൽ. ഭക്ഷ്യക്കിറ്റുകൾ, മാവ്, ഈന്തപ്പഴം, പാൽ, ചായപ്പൊടി എന്നിങ്ങനെ വസ്തുക്കൾ ഇതിൽപ്പെടും. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസയിലെ ആശുപത്രികളിലേക്ക് UAE 12 ടൺ മരുന്നുകൾ എത്തിച്ചു. റാസൽ ഖൈമയിലെ ജുൾഫാർ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇത്രയും മരുന്നുകൾ ഗസയിൽ എത്തിച്ചത്. ഗസയ്ക്കായി UAE തുടരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് മരുന്നും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ വലയുന്ന ഗസയിലെ ആശുപത്രിയിലേക്ക് 12 ടൺ മരുന്നുകൾ എത്തിച്ചത്. ഇനി ആനന്ദ ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.80 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.27 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 280.07 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 222.37 ഇന്ത്യൻ രൂപ.